ജാസ്മിനുമായിട്ടുള്ള ചാറ്റ് ഇപ്പോൾ അതേ ജാസ്മിൻ്റെ പുറത്തുണ്ടായിരുന്ന മുൻ കാമുകൻ എന്ന് തന്നെ പറയാം അല്ലേ. ഇപ്പോൾ കാമുകൻ പുറത്ത് വിട്ടിരിക്കുകയാണ്. ശരിയാണ്, ജാസ്മിൻ ചെയ്ത തെറ്റാണ്. പുറത്ത് കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന ഒരു സമയത്ത് അകത്ത് പോയിട്ട് ഒരു മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ ഒരു കോംബോ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എല്ലാവരോടും ചിലരോട് പറയുക എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്, ചിലരോട് പറയുക എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അങ്ങനെ ജിൻഡോടൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു റിലേഷനൊന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്, സമ്മതിക്കുന്നു. ജാസ്മിൻ ചെയ്തത് വളരെ തെറ്റാണ്. ഇതൊരു ക്യാരക്ടർ ഇല്ലാത്തൊരു സ്വഭാവം തന്നെയാണ്. പക്ഷേ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ചാറ്റുകളെല്ലാം അത് അത്രത്തോളം വിശ്വസിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ചാറ്റ്, അത് പുറത്തുവിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ ആര് പുറത്തുവിട്ടതാണെങ്കിലും അത് ചെയ്തത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഞാനിനി മുല്ലപ്പൂ ആർമി അല്ലേ എന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കാം. എൻ്റെ ചാനൽ നിങ്ങളും ചെക്ക് ചെയ്താൽ മതി, അപ്പം മനസ്സിലായിക്കോളും. ഞാൻ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ജാസ്മിൻ്റെ ഒരു ഭാഗം ആയിട്ട് ചേരാൻ തന്നെയാണ് തോന്നുന്നത്. പ്രൈവറ്റ് ചാറ്റ് പുറത്ത് വിട്ടത് ആരാണെങ്കിലും അത് ശരിയല്ല. ഇപ്പോൾ ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ബിഗ് ബോസിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും മാറും. പുറത്ത് നമുക്ക് വലിച്ചു കീറി ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം പറയുമായിരിക്കാം. പക്ഷേ ആ കുട്ടി പുറത്ത് വന്നതിന് ശേഷം ആ കുട്ടിയോട് സംസാരിച്ച് എനിക്കിതിന് താല്പര്യമില്ല, നിൻ്റെ അകത്തുണ്ടായിരുന്ന കാര്യങ്ങളുമായിട്ട് എനിക്ക് നോക്കുമ്പോൾ പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ ഒരു മാന്യമായിട്ടൊരു ബ്രേക്കപ്പ് ചെയ്യുകയായിരുന്നു വേണ്ടത്. ഇപ്പോൾ എല്ലാം വ്യക്തമായിട്ട് ആ കല്യാണം ഉറപ്പിച്ചിരുന്ന വ്യക്തി ലൈവിൽ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. അതിനൊന്നും ഞാനൊരു തെറ്റ് പറയുന്നില്ല. അത്രത്തോളം മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടായിരിക്കാം ആൾ അങ്ങനെ ചെയ്തത്. എനിക്ക് ജാസ്മിനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, കല്യാണം ഉറപ്പിച്ചിരുന്നു. പക്ഷേ ജാസ്മിൻ ഇങ്ങനെ അകത്തിരുന്ന് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മാനസിക വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് പിൻവാങ്ങുകയാണ് അല്ലെങ്കിൽ പിന്മാറുകയാണെന്ന് പറഞ്ഞ് നിർത്തിയിരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ ഒരു പ്രൈവറ്റ് ചാറ്റൊക്കെ പുറത്ത് വിട്ട് ആ കുട്ടി ഇനി പുറത്തിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു എത്രത്തോളം നമ്മൾ വിശ്വസിച്ചിട്ട് ഒരു റിലേഷൻഷിപ്പിലായിരിക്കും പറയുന്ന ഒരു കാര്യങ്ങളായിരിക്കാം, അതങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.